ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമുക്കിന്ന് മദ്രാസ് സൂക്കും കൂടെ ഒന്ന് കണ്ടാലോ. ശിവ ടെമ്പിളിൽ നിന്ന് നേരെ ഇറങ്ങിയത് മദ്രാസ് സൂക്കിലേക്കാണ് കേട്ടോ. കുറച്ച് വഴികളൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ ഒന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ മദ്രാസ് റൂട്ട് തന്നെയുള്ള വഴികളാണ്. ഗോബ്ര മത്ര ആ റൂട്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാമ്രാജ്യം. ഇത് ആക്ച്വലി ഇതിന് മുമ്പ് ഇവിടെ ഈ വാട്ടർ ഡാൻസിങ് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് അറ്റകുറ്റി പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവർ നൈസായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നൈസ് വ്യൂ ആണ് കേട്ടോ. കടും ചൂടത്താണെങ്കിലും ഈ വ്യൂ വന്നെടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് സൂപ്പറായിരിക്കുവേ. കാണുന്ന മനോഹരിതയൊന്നും നമ്മൾക്ക് പുറത്തിറങ്ങിയാൽ കിട്ടത്തില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കേട്ടോ. ആദ്യം വേണ്ടാന്ന് വെച്ചെങ്കിലും ആ വെള്ളച്ചാട്ടം എന്നെ മാടി വിളിച്ചത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇങ്ങടേക്ക് വന്നത്. പക്ഷേ വന്ന് കഴിഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോകുമെന്ന് തോന്നിപ്പോയായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ നല്ലോണം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12:30 ടൈമാണ് കേട്ടോ. എന്നിട്ട് പോലും ആൾക്കാർ ഒമാനീസൊക്കെ ആണെങ്കിൽ തന്നെ അവർ വെഹിക്കിളിൽ വന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വന്ന് 2-3 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് പിന്നെ ഒരു വളരെയധികം പോസിറ്റീവായിട്ട് ഞാൻ തോന്നിയത്, ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നല്ല ഏജ്ഡ് ആയിരിക്കും, ഹസ്ബൻഡും വൈഫും. അവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. നല്ല കൂടും ചൂട്ടിൽ 2 കൈയും ചേർത്ത് പിടിച്ച് അവരുടെ ആ നടപ്പും കാര്യങ്ങളും ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്ത്. കണ്ടോ, വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും നമ്മളിങ്ങനെ തന്നെ ആവുമോ? പുള്ളിക്കാരൻ അപ്പോൾ എന്നോട് തിരിച്ചും കൂടെ ചോദിക്കും, ആവുമായിരിക്കും അല്ലേ. എന്തായാലും നല്ല സൂപ്പറായിട്ട് വാട്ടറൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ, താഴെ ഇരുന്ന്. പക്ഷേ ഞങ്ങൾ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡും ജാമും മയണൈസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ ചെക്കൻ അത്ര നല്ലതല്ലാത്തത് കൊണ്ടും കരച്ചിലിൻ്റെ ഉസ്താദായതുകൊണ്ടും ഞങ്ങൾ നൈസായിട്ട് വീണ്ടും വേറെ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാന് മാറ്റിയിട്ടോ. അങ്ങനെ മന്ദം ഞങ്ങൾ ചലിക്കുകയാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ്. പക്ഷേ കുറച്ചും കൂടെ ഔട്ട്സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഫ്റ്റർ 5 o'clock വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹോട്ടും മാറി നിന്നോളും. ഇത് നമ്മുടെ സൂപ്പർ താരം ലാൻഡ് ചെയ്യാൻ പോവുകയാണല്ലോ 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ. ആ സംഭവമാണ് കേട്ടോ നമ്മുടെ കേബിൾ കാർ. ചേട്ടനിപ്പോൾ ഓടി തുടങ്ങി. ഇനി 2 മാസം ചേട്ടൻ ശരിക്കും ഫങ്ഷൻ ആണോ എന്നൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇനോഗ്രേഷൻ ഉണ്ടാവും. 2 മാസം കഴിയുമ്പോൾ ഇതിനകത്തൊന്നിരുന്ന് ഈ മത്രാഹൊന്ന് കാണണം. അറിയത്തില്ല ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവരെങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യുന്നതെന്ന്. ഇവിടെ നിന്ന് ഒരു ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ഇങ്ങോട്ട് വന്നു. കൊള്ളാലോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും ഇതൊരു കോഴിക്കോടാണോ കയറി കെട്ടിത്തൂക്കി കിടന്നാക്കണേ എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടൻ പതുക്കെ ഇറങ്ങി താഴേക്ക് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ചേട്ടൻ നല്ല സൂപ്പർ സ്റ്റാർ ആവുന്നത്. നല്ല ഹൈടെക് ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നോക്കിയാലും അറിയാം, നല്ല ഹൈടെക് കവേർഡാണ്. പിന്നെ നല്ല ക്ലോസ്ഡ് ആണ്, നല്ല സൂപ്പറാണ് മൊത്തത്തിൽ ചേട്ടൻ. എന്തായാലും ചേട്ടനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നമ്മൾ മദ്രാസ് സൂക്കിലേക്ക് വന്നു. നമ്മൾ പലതവണ മദ്രാസ് സൂക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണി ആയിട്ടുണ്ട്. 2 മണിക്ക് ഇവർക്ക് ബ്രേക്ക് ടൈമാണ് കേട്ടോ. ഓൾമോസ്റ്റ് കടകളും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. ആ സമയത്ത് ഒട്ടും ക്രൗഡഡ് അല്ല. കാരണം അത്രയും ഹോട്ട് കഴിച്ച് ഞാനും ചികിത്സേനല്ലാതെ വേറെ ആരും പോകുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുള്ളിയെല്ലാം എല്ലാ ഭ്രാന്തിനും കൂടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുക്കുവിനെ വരെ എടുത്തിട്ടാട്ടോ നടക്കുന്നത് പുള്ളി. ഇവിടെ കണ്ടോ ക്ലോത്ത്, ചെപ്പൽത്ത്, പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ്, പിന്നെ അങ്ങനെയുള്ള കുറേ സ്പ്രേകൾ, പിന്നെ കർപ്പൂരം, ഇവരുടെ കുറേ കുന്തിരിക്കം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടോ. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് സ്പ്രേ ഒന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. അത്ര മോഡലാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ ഐറ്റം ആട്ടോ എനിക്ക് കിട്ടിയത്. എന്തായാലും അത്ര എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. 500 പൈസയ്ക്ക് ഒരു ചെറിയ ബോട്ടിലാണ്, പക്ഷെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് സിറ്റി സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ ഒരു സുന്ദരി പെണ്ണുമ്പോൾ സുന്ദരി പെണ്ണ് എനിക്ക് ഒരു സ്റ്റിക്കറിൽ ഇങ്ങനെ
സ്മെല്ല് ചെയ്യാൻ തന്ന ആ ഒരു സ്മെല്ലായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നി ഈ സ്മെല്ലിനും. ഞങ്ങൾ എന്നാലും 2 ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളൂ. എന്തായാലും അത് ഓക്കെ ആയിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോടൻസിൽ വന്നിട്ട് നല്ല ഫുഡ് കഴിച്ചു. ഊണാണ് ഓർഡർ ചെയ്തത്. എന്തായാലും സ്പെഷ്യലായിട്ട് കൂന്തലും പിന്നെ ബീഫ് കറിയും ഓർഡർ ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ. പിന്നെ അവിടുത്തെ സെർവിങ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. വെരി ഗുഡ്, സൂപ്പർ. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്